പുന്നപ്ര വയലാർ വാർഷിക വാരാചരണത്തിന്റെ കൊടി ഉയർന്നു. ശബരിമലയെ വിവാദമാക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിന്റെ ഓർമ്മ പുതുക്കി 79ാം വാർഷിക വാരാചരണത്തിന് കൊടിയുയർന്നു. CPI CPIM സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പതാക ദിനമായി ഇന്ന് CH കണാരൻ ദിനമായി ആചരിച്ചു. വാരാചരണത്തിന്റെ ഭാഗമായി നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ ചെങ്കൊടികൾ ഉയർന്നു. ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ വിപ്ലവ ഗായിക PK മേദിനിയും പുന്നപ്ര രക്തസാക്ഷി മണ്ഡപത്തിൽ വാരാചരണ കമ്മിറ്റി പ്രസിഡന്റ് DK ജയനും സമര പോരാളികൾ വെടിയേറ്റു മരിച്ച മാരാരിക്കുളത്ത് CPIM ജില്ലാ സെക്രട്ടറി R നാസറും പതാക ഉയർത്തി. ശബരിമലയെ വിവാദമാക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ അയ്യപ്പനോടൊപ്പം വാവരുമുണ്ട്. അത് ഇല്ലാതാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും എന്തിലും സങ്കുചിത ചിന്ത അടിച്ചേൽപ്പിക്കാനാണ് അവരുടെ ശ്രമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PM ശ്രീ പദ്ധതിയുടെ മറവിൽ സംസ്ഥാനത്ത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുവാൻ അവസരം സൃഷ്ടിക്കുന്നത് ആത്മഹത്യാപരമായ നിലപാടാണെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ വാക്കുകൾ ആശങ്ക ഉളവാക്കുന്നതാണ്. LDFന്റെ നിലപാടിന് ഘടകവിരുദ്ധമായ അഭിപ്രായമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ കേരളത്തിലെത്തും. സന്ദർശന വേളയിൽ രാഷ്ട്രപതി ശബരിമല ദർശനവും നടത്തും. നാളെ വൈകിട്ടോടെ കേരളത്തിലെത്തുന്ന രാഷ്ട്രപതി ബുധനാഴ്ചയാകും ശബരിമല ദർശനം നടത്തുകയെന്നാണ് വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്ത SIT ഇന്ന് രാവിലെ ഇഞ്ചക്കലിലെ ഓഫീസിലേക്ക് ഇയാളെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തുകയായിരുന്നു. 2019 ദ്വാരപാലക പാളികൾ സന്നിധാനത്തു നിന്ന് ആദ്യം ബംഗളൂരുവിലേക്കും പിന്നീട് ഹൈദരാബാദിൽ വെച്ച് പാളികൾ നാഗേഷിന് കൈമാറിയത് അനന്ത സുബ്രഹ്മണ്യമാണ്. ഹിജാബ് വിവാദത്തിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം വിഭാഗം നേതാവ്. ഒരു സമുദായത്തിന്റെ മൗലികാവകാശം നിഷേധിച്ചിട്ട് കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞ മട്ടില്ലെന്ന് SYS ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഹി എളമരം പറഞ്ഞു. കഴക്കൂട്ടത്ത് IT ജീവനക്കാരിയെ പീഡിപ്പിച്ച കേസിൽ യുവതി പ്രതിയെ തിരിച്ചറിഞ്ഞു. പോലീസ് നടത്തിയ തിരിച്ചറിയൽ പരേഡിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. തമിഴ്നാട് സ്വദേശി ബെഞ്ചമിനാണ് അറസ്റ്റിലായത്. പീഡനത്തിന് മുൻപ് സമീപത്തെ 3 വീടുകളിൽ മോഷണം നടത്തിയെന്ന് പോലീസ് പറഞ്ഞു. അച്ഛനൊപ്പം ബൈക്കിൽ സഞ്ചരിച്ച 12 വയസ്സുകാരന് ബസ്സിടിച്ച് ദാരുണാന്ത്യം. ആലപ്പുഴ തുറവൂരിലായിരുന്നു സംഭവം. വയലാർ കൊല്ലപ്പള്ളി പള്ളിപ്പാട് നിഷാദിന്റെ മകൻ ശബരീശൻ അയ്യനാണ് മരിച്ചത്. ദേശീയപാതയിൽ പത്മാക്ഷി കവലയ്ക്ക് സമീപം ഇന്ന് രാവിലെ 8:30യോടെയാണ് അപകടം ഉണ്ടായത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ ഇന്ത്യൻ തീരുവ നൽകുന്നത് തുടരേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരാഴ്ചയിൽ 3ാം തവണയാണ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല MLAയുടെ മാതാവ് ചെന്നിത്തല തൃപ്പുരന്തുറ കോട്ടൂർ കിഴക്കേതിൽ പരേതനായ V രാമകൃഷ്ണൻ നായരുടെ ഭാര്യയും മുൻ ചെന്നിത്തല പഞ്ചായത്ത് അംഗവുമായ N ദേവകിയമ്മ നിര്യാതയായി. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ചെന്നിത്തല കുടുംബ വീട്ടിൽ. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.